നമ്മുടെ മുമ്പിലൊക്കെ ചില ചതിക്കുഴികളുണ്ട്, അപകടക്കുഴികളുണ്ട്. ദൈവവചനത്തിന് അടിസ്ഥാനമിടുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കാൻ തൻ്റെ ദൂതനെ അയച്ച് നമ്മെ കാക്കാൻ തുടങ്ങും, നമ്മെ സംരക്ഷിക്കാൻ തുടങ്ങി. ഇത് ഒരുപാട് അനുഭവമാണ്, ഒരുപാട് സംരക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത വാക്യം, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക്. ഏതെങ്കിലും കുഴിയിലേക്കോ ഏതെങ്കിലും തകർച്ചയിലേക്കോ ഏതെങ്കിലും പരാജയത്തിലേക്കോ കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ നിന്നെ കൊണ്ട് തള്ളിയിട്ടിട്ട് പോകുന്നല്ല. നമ്മൾ അറിഞ്ഞവരും നമ്മുടെ കൂടെ നിന്നവരും ഒക്കെ നമ്മളെ ചില ചതിക്കുഴിയിലും അപകടക്കുഴിയിലും കൊണ്ടുപോയി തള്ളിയിട്ട് നഷ്ടവും ഒക്കെയാണ് വരുത്തിയത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമിട്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, ദൈവവചനത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ ദൈവം എങ്ങോട്ടാണ് ഒരുക്കുന്നത്? ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലം, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഐശ്വര്യമുണ്ട്, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഭാവിയുണ്ട്, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതൊരിക്കലും പൊട്ടയല്ല, അത് ചീത്തയല്ല, അത് ഏറ്റവും നല്ലതാണ്. ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? ദൈവം അയച്ച ദൂതൻ. ദൈവത്തിൻ്റെ നിയന്ത്രണമാവിടെ, ദൈവത്തിൻ്റെ ഭരണമാവിടെ ശക്തിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കിയിട്ടുള്ള നന്മയിലേക്ക് എന്നെ കൊണ്ടുവരുന്ന ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്. ദൈവം ഒരുക്കിയിരിക്കുന്ന എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിൽ എത്താൻ 100 തടസ്സമാണ്. അവിടെയാണ് പിശാച് കടന്ന് അല്ലെങ്കിൽ തിന്മ കടന്ന് നമ്മളെ എത്തിക്കാതിരിക്കാൻ പല പണികളും പല അസ്വസ്ഥതകളും വിതയ്ക്കുന്നത്. പക്ഷെ ദൈവവചനത്തിന് അടിസ്ഥാനമിടുമ്പോൾ പിശാചിന്റെ പ്ലാൻ പൊളിയും, പിശാചിന്റെ പദ്ധതി പൊളിയും, തിന്മയുടെ ഭരണം തകിടം മറിയും, അത് പലതായി തകരും. എന്നിട്ട് ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ രാജ്യത്വം അവിടെ ശക്തിപ്പെടും. എൻ്റെ ദൈവം എന്നെ നിയന്ത്രിക്കാനും നയിക്കാനും കൊണ്ടുപോകുന്ന, എന്നെ മുന്നോട്ട് നയിക്കുന്ന, ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുണ എനിക്കവിടെ അനുഭവിക്കാൻ കഴിയും, എനിക്കവിടെ അനുഭവിക്കാൻ കഴിയും, എനിക്കവിടെ അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്ക്, ഓരോ ശുശ്രൂഷകളും ഇതിനു വേണ്ടിയാകട്ടോ. ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്യുന്നത് ഓരോരുത്തരെയും നയിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, ദൈവം ഉദ്ദേശിച്ച ദൈവഹിതത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും, ഈ ആഴ്ച എനിക്ക് വചനം കേൾക്കണം, ഈ ആഴ്ചയിൽ ഓരോ ദിവസവും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഈ ആഴ്ച എനിക്ക് അതെല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ആകട്ടെ. നീ എത്തേണ്ടിടത്ത് ദൈവം നിന്നെ സുരക്ഷിതമായി എത്തിക്കും.